ബാർബിക്യൂ ചിക്കന്, പിന്നെ നമ്മുടെ ബ്രെഡ്, നാൻ ബ്രെഡ് നല്ല ജ്യൂസി ആയിട്ട് നല്ല വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഹലോ, നമസ്കാരം. ഇന്നൊരു ബാർബിക്യൂ ആണേ. ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കെറ്റിൽ ഇതിൻ്റെ അകത്ത് ചാർക്കോൾ കത്തിച്ച് എടുത്തിട്ടുണ്ടേ. ഇതിനെ നമ്മുടെ ബാർബിക്യൂവിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ബാർബിക്യൂ മെഷീൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ല തീയുണ്ട് കേട്ടോ, നല്ല ചൂടാണ്, നല്ല അടിപൊളി ചൂടാണ്. ഇതുണ്ടോ, ഞാൻ ചിക്കനൊക്കെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഒരു സ്ക്യൂവേഴ്സിൽ ഇങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇതിനെ നമുക്ക് സാധാരണ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ എൻ്റെ ഇന്നൊരു സ്ക്യൂവേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ജസ്റ്റ് ഇത് ചിക്കൻ തൈസാണിത്. തൈസ് നമ്മുടെ തന്തൂരി മാരിനേഷനൊക്കെ ഒരു കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർലിക്ക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പാപ്രിക്ക പൗഡർ അതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ്. അപ്പം സ്മോക്കി ആയിട്ടുള്ള ആ ഒരു ബാർബിക്യൂൻ്റെ അതും എല്ലാം വരുമ്പോൾ നല്ല അടി. ബാർബിക്യൂ ചിക്കൻ അല്ല, അത് ഞാൻ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലാണ് നല്ലതായിട്ട് കനലുള്ളത്. അപ്പം അതിൻ്റെ ചൂടടിച്ച് ഇച്ചിരി സ്ലോയിൽ കുക്കാണ്. അല്ലെങ്കിൽ ഇത് നേരെ മേളിൽ കൊണ്ടുവച്ചാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കയറി കുക്കായി ഡ്രൈ ആയിപ്പോകും. അപ്പം ഇച്ചിരി സൈഡിലോട്ട് മാറ്റിച്ചിട്ടുണ്ടേ. ഞാൻ ഇനി അടച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും. നോക്കാം ടെമ്പറേച്ചർ എത്രയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, ഇതിന് നല്ല ചൂടുണ്ട്, നല്ല പഴുത്തിരിക്കുവാണ്. ഇതുള്ളൂ ടെമ്പറേച്ചർ കയറി പോകുന്നുണ്ടോ. ഇപ്പോൾ നമ്മളവിടെ അടച്ചു വെച്ചുള്ളൂ. ഒരു 200 ഡിഗ്രി ഇൻസൈഡ് അടുത്തുണ്ട് കേട്ടോ, ഒരു 180-200 ഡിഗ്രി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ, എൻ്റെ ഇതുപോലെ പാൻ്റെ അകത്ത് കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതേ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ബ്രഷ് കൊടുക്കാൻ വേണ്ടി. ഇതുകൊണ്ട് നമ്മുടെ ബട്ടർ ഇതേ വെച്ചൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ജസ്റ്റ് ബട്ടർ മാത്രമേ ഉള്ളൂ, ഇത് സോൾട്ടി ബട്ടറാണേ. ഇത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണേ. തൈര് അതിന് അത്യാവശ്യം ഫാറ്റും ഒക്കെ ഉള്ളതാണെങ്കിലും നമ്മൾ ബാർബിക്യൂ ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഇതെല്ലാം ഡ്രെയിൻ ആയി പോകും. എനിക്കെപ്പോഴും തൈസ് ബാർബിക്യൂ ചെയ്യാൻ ഇഷ്ടം കേട്ടോ. തൈസ് ആയിരിക്കും അടിപൊളി. ബ്രസ്റ്റും ചിക്കൻ ബ്രസ്റ്റ് പീസൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് കാണത്തില്ല. എപ്പോഴും നമ്മൾ തൈ പീസ് ബോൺലെസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഇത്. അതെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരും. കാരണം നല്ല ഫ്രഷ് ചെയ്ത് നല്ല അടിപൊളി സ്മെല്ലും. ഈ സ്ക്യൂവേഴ്സ് ഞാൻ മാറ്റാൻ പോകണേ. അത് ഇത് വെച്ചിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഇത് കറങ്ങുക, ഇത് ചുമ്മാ. ഇത് പുതിയൊരു സ്ക്യൂവേഴ്സാണേ. ഞാൻ സാധാരണ ഇങ്ങനെ നമ്മൾ ഇത് എത്ര ഡയറക്റ്റ് വെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇത് സ്ക്യൂവേഴ്സിൽ ചെയ്ത് വയ്ക്കുക. പക്ഷേ ഇത് വെച്ചിട്ട് അങ്ങോട്ട് സുഖമാകുന്നില്ല. ഇത് സുഖമില്ല. ഇത് പുതിയൊരു ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണേ. പക്ഷെ അത്ര സുഖമില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവേ. ഇത് കണ്ടോ, ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ടോ. നല്ല ജ്യൂസി ആയിട്ട് നല്ല വന്നിട്ടുണ്ട്. ഒട്ടും ഡ്രൈ ആയി പോയിട്ടില്ല. തൈസിൻ്റെ ഒരു ഗുണം അതാ, ഡ്രൈ ആയി പോകത്തില്ല. അത് അത്യാവശ്യം ഫാറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഇതിലിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഈ സാധനം വെച്ചിട്ടൊക്കെ നമുക്ക് ഷവർമ പോലത്തെയൊക്കെ സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്നുള്ളൊരു ബാർബിക്യൂ. അപ്പം നമ്മുടെ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു സ്മോക്ക്ഡ് ഗാർലിക് കാശ്മീരി ചില്ലി ഞാനും കൂടെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതും ഇതുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. 2 മിനിറ്റാണ് സമയം പറയുന്നത്. അതോടൊന്ന് പെട്ടെന്ന് ചൂടാക്കി എടുത്തിട്ട് കഴിച്ചു നോക്കാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ബോൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഗാർലിക് മയണൈസ്, പിന്നെ നമ്മുടെ ബാർബിക്യൂ ചിക്കന്, പിന്നെ നമ്മുടെ ബ്രെഡ്, നാൻ ബ്രെഡ്, പിന്നെ ഒരു ലൈം ജ്യൂസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റർ എയ്ഡൻ ഈസ് റെഡിയാണ്. ചിക്കൻ മാത്രം കഴിച്ചു നോക്കിയേടാ. നോ സോസ് ഇല്ലാതെ കഴിച്ച്. സോസ് ബാക്കി എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അടിപൊളി. ഇവൻ യാദൃച്ഛികമായിട്ട് ഇത് ഞാൻ എടുത്തു വെച്ചപ്പോഴേക്കും വന്നതാണ്. എന്നാൽ കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് പൊളി സാധനമാണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ബ്രെഡും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാവേ. ഡ്രൈ ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല മോശത്തോടു നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓ കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടേ.